മാസപ്പടി കേസിൽ വീണ വിജയന് തിരിച്ചടി. SFIO അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് കേസിൽ പ്രാഥമിക വിധി പ്രഖ്യാപിച്ചത്. M. നാഗപ്രസന്ന ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. എക്സാലോജിക് CMRL ഇടപാടുകളിൽ SFIO അന്വേഷണം തുടരാം. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാനി. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി. അതേസമയം മാസപ്പടി വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRLും തമ്മിലെ ദുരൂഹ ഇടപാടിൽ 2021 അന്വേഷണം ആരംഭിച്ചിരുന്നതായി SFIO. കർണാടക ഹൈക്കോടതിയിലാണ് SFIO ഇത് വെളിപ്പെടുത്തിയത്. 2021 ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടിൽ അന്വേഷണം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ ഉടമ വീണ വിജയനിൽ നിന്ന് 2022 ജൂലൈ 22 നേരിട്ട് മൊഴിയെടുത്തു. ബംഗളൂരു ROC ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയാണ് വീണ ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലിനും ഹാജരായത്. അന്ന് വീണ വിജയന് പിഴയിട്ടിരുന്നു. അതേ വർഷം നവംബറിലാണ് എക്സാലോജിക് പൂട്ടിയതെന്നും SFIO അറിയിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.